നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഭരണ പ്രതിപക്ഷ മുന്നണികൾക്കെതിരായ ജനവികാര തെരഞ്ഞെടുപ്പെന്ന് ബി.ജെ.പി. നിലമ്പൂരിൽ യു.ഡി.എഫിന്റെ ജയം ജമാഅത്തെ ഇസ്ലാമിയുടേതെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ഫലം പുറത്തുവന്നപ്പോൾ മണ്ഡലത്തിലെ അടിസ്ഥാന വോട്ടുകൾ ബി.ജെ.പി. നിലനിർത്തി. സി.പി.എമ്മിന്റെ ദേശവിരുദ്ധ ശക്തികളുമായുള്ള പ്രീണനം തുറന്നുകാണിക്കാൻ പറ്റിയെന്നും എം.ടി. രമേശ് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു.ഡി.എഫ് വിജയം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടേതാണ്. എന്നാലും ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ നല്ല രീതിയിൽ ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ ഭാഗമായി. ഇരുമുന്നണികളുടെയും മുസ്ലിം പ്രീണനവും നിലമ്പൂരിലെ വികസന മുരടിപ്പും ബി.ജെ.പിക്ക് ജനങ്ങളുടെ മുന്നിലെത്തിക്കാൻ സാധിച്ചുവെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് പറഞ്ഞു. ഞങ്ങളവിടെ വികസനത്തിന്റെ രാഷ്ട്രീയം സംസാരിച്ചു. എൽ.ഡി.എഫ് ഗവൺമെന്റിന്റെ വികസന വിരുദ്ധമായ നിലപാടുകൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ള ഏക മുന്നണി എൻ.ഡി.എ മാത്രമാണ്. അത് ചെയ്യേണ്ടിയിരുന്ന പ്രതിപക്ഷ നേതാവും യു.ഡി.എഫും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നാലെ പോയപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പാകെ പിണറായി വിജയൻ സർക്കാരിൻ്റെ വികസന വിരുദ്ധ നിലപാടുകൾ എണ്ണി പറഞ്ഞിട്ടുള്ള മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ബി.ജെ.പി. മണ്ഡലത്തിലെ അടിസ്ഥാന വോട്ട് നിലനിർത്തി. ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കുറയുന്നുണ്ടെങ്കിലും നിലമ്പൂരിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കാനായത് ബി.ജെ.പിയുടെ പ്രചരണത്തിന്റെ വിജയമായാണ് ചൂണ്ടിക്കാട്ടുന്നത്. 2021 അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അത് നിലമ്പൂരിൽ ഞങ്ങൾ സ്വീകരിച്ച വികസന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ വിജയമായി ഞങ്ങൾ കാണുകയാണ്. കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും മുമ്പോട്ട് വെക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ട്, പ്രസക്തിയുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള പ്രതിഫലനമായിട്ടാണ് നിലമ്പൂരിൽ ഞങ്ങൾക്ക് സമാഹരിക്കാൻ സാധിച്ച വോട്ടിനെ സംബന്ധിച്ചും വോട്ടിന്റെ വർധനവിനെയും ഞങ്ങൾ കാണുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടി ഏതറ്റം വരെയും പോയി അപകടകാരികളായ ജമാഅത്തെ ഇസ്ലാമി പോലുള്ളവരെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് കേരളത്തിന്റെ ഭാവിക്ക് തന്നെ അപകടകരമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതിനെ എതിർക്കണം. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി എം.ടി. രമേശ് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതികരണം. ജനം, തിരുവനന്തപുരം.